الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും അല്ലാഹു തആല ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ പ്രത്യേകമായി പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരി സഹോദരങ്ങൾ, രോഗികളായി കഴിയുന്നവർ, മറ്റു വിവിധങ്ങളായ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പലപ്പോഴായി പലരുമായും ഇടപഴകിയും ധാരാളം ആളുകളുമായി ബന്ധം സ്ഥാപിച്ചുമാണ് നമ്മളൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആളുകൾ സ്വാഭാവികമായും പല തരക്കാരാണ്. നല്ലവർ ചീത്തവർ എന്നൊക്കെ നാം അവരെ വേർതിരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ പരത്രികമായ മോക്ഷം ആഗ്രഹിക്കുന്ന, സ്വർഗം പ്രതീക്ഷിക്കുന്ന, സ്വർഗം കിട്ടണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള സത്യവിശ്വാസികൾ ബന്ധങ്ങളും ചങ്ങാത്തങ്ങളുമൊക്കെ ആളെ നോക്കി തന്നെയാണ് സ്ഥാപിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനു പ്രകാരമായിരിക്കുമെന്നാണ്. ഫൽയൻദുർ അഹദുക്കും മിമൻ യുഖാലിൽ, അതുകൊണ്ട് ആരുമാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും നന്നായി ചിന്തിക്കണമെന്നാണ് ഹദീസിന്റെ ബാക്കി ഭാഗം. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിച്ചു, നല്ല കൂട്ടുകാരന്റെയും ദുഷിച്ച കൂട്ടുകാരന്റെയും ഉദാഹരണം മനോഹരമായ ഉപമയിലൂടെ നബി തങ്ങൾ പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂഇ, നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം
ഒന്നാമത് കഹാമിലിൽ മിസ്കി, കസ്തൂരി വാഹകനെ പോലെയാണ് എന്നാണ്. കസ്തൂരി വിൽക്കുന്ന, അതുമായി നടക്കുന്ന ഒരു മനുഷ്യൻ അയാളെ കൂടെ ചുറ്റിപ്പറ്റി കൂടിയാൽ നബിതങ്ങൾ തന്നെ പറഞ്ഞു, ഒന്നുകിൽ നിനക്ക് അയാളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയാൽ സുഗന്ധമാണ് ലഭിക്കുന്നത്. ഇനി പണം കൊടുത്ത് വാങ്ങുന്നില്ല, അയാളൊരു പക്ഷെ വെറുതെ സാമ്പിളായി നിനക്കൊന്ന് ശരീരത്തിൽ തേച്ചു തരും, അതും സുഗന്ധം മാത്രമാണ്. അതുമല്ലെങ്കിൽ ഇമ്മാൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഒന്നുമല്ലെങ്കിൽ നല്ല ഒരു സുഗന്ധമെങ്കിലും നിനക്ക് അയാളിൽ നിന്ന് ലഭിക്കുമല്ലോ. അയാളിൽ നിന്ന് ദോഷമൊന്നും പ്രത്യേകിച്ച് ബാധിക്കാനില്ല എന്നർത്ഥം. നല്ല കൂട്ടുകാരൻ ഇതുപോലെയാണ്. എപ്പോഴും അവന് ആ കൂട്ടുകാരനിൽ നിന്ന് നന്മയാണ് അവന് ലഭിക്കുക. ഒരു ദോഷങ്ങളൊന്നും പ്രത്യേകിച്ച് അയാളിൽ നിന്ന് ബാധിക്കാനില്ല. നമ്മിലുള്ള പല ദോഷങ്ങളും പലരുമായും ഇടപഴകിയപ്പോൾ കിട്ടിയ ദോഷങ്ങളായിരിക്കാം. തിന്മകൾ, തോന്നിവാസങ്ങൾ മുതൽ മറ്റു പല അന്യമായ പല കാര്യങ്ങളും ലഭിച്ചത് ചില ആളുകളുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ട്, ചില ആളുകളുമായി അടുത്തിടപഴകിയത് കൊണ്ടൊക്കെ ആയിരിക്കാം അത്തരം തെറ്റായ ശീലങ്ങൾ നമ്മിലേക്ക് പകർന്നത്. അതുകൊണ്ട് നല്ല കൂട്ടുകാരെയാണ് നമുക്ക് ആവശ്യം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന് മദാരിജുസ് സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, നല്ല മനുഷ്യന്മാരുമായി കൂടിയാൽ മുജാലസത്തു സ്വാലിഹീൻ, നല്ല മനുഷ്യന്മാർ സ്വാലിഹീങ്ങളായ ആളുകൾ, റബ്ബിനെ പേടിക്കുന്ന തഖ്വയുള്ള ഇഖ്ലാസുള്ള ദീനുള്ള ആളുകളുമായിട്ട് നീ സഹവസിക്കുന്നുവെങ്കിൽ നിനക്ക് പല കാര്യങ്ങളിൽ നിന്നായി നിനക്ക് ചില മോചനം ലഭിക്കും. തഹൂലുക മിൻ സിത്തത്തിൻ ഇലാ സിത്തത്തിൻ എന്നാണ്. 6 തിന്മകളിൽ നിന്ന് 6 നന്മകളിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും മനുഷ്യന്മാരുമായുള്ള ബന്ധങ്ങൾ, സഹവാസങ്ങൾ. മറുവശം തിരിച്ചുമാണ് എന്നർത്ഥം. ദുഷിച്ച ആളുകളുമായാണ് കൂട്ടുകൂടുന്നതെങ്കിൽ തിരിച്ചുള്ള ആളിലേക്കായിരിക്കും മനുഷ്യന്റെ പ്രയാണം ഉണ്ടാവുക. ഒന്ന് അദ്ദേഹം പറഞ്ഞത് മിനശ്ശക്കി ഇലൽ യഖീൻ, ശക്കിൽ നിന്ന്, സംശയത്തിൽ നിന്ന് യഖീനിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കും നല്ല മനുഷ്യന്മാരുമായുള്ള ബന്ധം. മറ്റതെല്ലാം സംശയമായിരിക്കും. ദുഷിച്ചവരെല്ലാം എപ്പോഴും സംശയിപ്പിക്കുന്ന, വിശ്വാസം തകർക്കുന്ന, എല്ലാത്തിനെയും സംശയം ജനിപ്പിക്കുന്ന രീതിയായിരിക്കും അവർക്കുണ്ടാവുക. നല്ല സ്വാലിഹീങ്ങളായ ആളുകളുമായിട്ടാണ് ബന്ധങ്ങളെങ്കിൽ ഈമാൻ ഉറക്കാൻ, എപ്പോഴും യഖീനാവാൻ അത് നിമിത്തമായി മാറുമെന്നാണ്. ലോകമാന്യത്തിൽ നിന്ന് ഇഖ്ലാസിലേക്ക് നിന്നെ മാറ്റിത്തരും നല്ല മനുഷ്യന്മാരുമായി നീ ബന്ധം സ്ഥാപിച്ചാൽ. ആൾക്ക് വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരെല്ലാം സ്വാലിഹീങ്ങൾ, ഇഖ്ലാസ് ഉള്ളവരാണ്, പ്രതിഫലം കാക്ഷിക്കുന്നവരാണ്, പരലോകം ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ആളുകളുമായിട്ടാണ് നിന്റെ സഹവാസമെങ്കിൽ നിന്റെ റിയാ ഇല്ലാതാവുകയും ഇഖ്ലാസിലേക്ക് വർദ്ധിച്ചു കിട്ടുകയും ചെയ്യും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, അശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധയിലേക്ക്, ഉത്ബോധനത്തിലേക്ക് ഇന്നവർ തിരിച്ചുവിടുമെന്നാണ്. അശ്രദ്ധമായ ജീവിതം ഉണ്ടാവില്ല. എവിടെ ഒരു ഓർമ്മപ്പെടുത്തൽ, വല്ല തിന്മയും ചെയ്യുമ്പോഴേക്ക് ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞ വാക്ക് ശരിയായില്ല, നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല, അല്ല അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് എപ്പോഴും കൂടെ ഒരു മാർഗദർശിയായി, ഉത്ബോധകനായി അത്തരം ആൾ ഉണ്ടാകുമെന്നർത്ഥം. ചോദിച്ചറിയാൻ പറ്റും, അവനെ മാതൃകയാക്കാൻ പറ്റും, അവന്റെ നിർദ്ദേശങ്ങൾ, അവന്റെ ഇടപെടലുകൾ ജീവിതത്തെ എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അശ്രദ്ധമായ ജീവിതമായിരിക്കും. വിടെ കൂടെയാണ് എങ്കിൽ ഹക്കും ബാത്തിലും നോക്കുന്നില്ല, ഹറാമും ഹലാലും പരിഗണിക്കുന്നില്ല, പ്രത്യേകിച്ച് ജീവിതത്തെ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഹക്കും ചിട്ടയും പോലും ഇല്ല, തോന്നിയതെല്ലാം ചെയ്യുന്നു, പല വഴിയും പോകുന്നു. നിസ്കരിക്കാൻ ഒരു പക്ഷെ നിസ്കരിച്ചേക്കാം, ചിലപ്പോൾ അതും ഇല്ലാതിരുന്നേക്കാം. റബ്ബിനെ പറ്റിയുള്ള ബോധം ഉണ്ടായേക്കാം, ഇല്ലാതിരുന്നേക്കാം. നല്ല മനുഷ്യന്മാരുമായാണ് സഹവാസമെങ്കിൽ എപ്പോഴും ആ ഒരു ചിന്ത, ആ ഓർമ്മ, ദൈവസ്മരണ, വിവാദത്തിലേക്ക് ശ്രദ്ധ, ഇതെല്ലാം അവനിലൂടെ പകർന്നു കിട്ടുമെന്നാണ്. നാലാമത്തെ കാര്യം, ഐഹികമായ താല്പര്യങ്ങളിൽ നിന്ന് പാരത്രികമായ താല്പര്യത്തിലേക്ക് നിന്നെ അവൻ മാറ്റിത്തരുമെന്നാണ്. ദുനിയാവിന്റെ പിന്നാലെ വല്ലാതൊന്നും പോകേണ്ടി വരില്ല. അതിൽ ടെൻഷനായി ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഇനി നേട്ടങ്ങൾ നേടാൻ കഴിയുക, ഇനി എങ്ങനെയാണ് സ്ഥാനമാനങ്ങൾ നേടാൻ കഴിയുക, ഇനി എങ്ങനെയാണ് സമ്പാദിക്കാൻ കഴിയുക, ഇനി എന്തൊക്കെയാണ് എനിക്ക് ഇവിടെ ചെയ്തു കൂട്ടാൻ കഴിയുക, ഇതായിരിക്കും ദുഷിച്ച ആളുകളെ ചിന്ത. നല്ല മനുഷ്യന്മാർ അങ്ങനെയല്ല, എപ്പോഴും
മരണവും പരലോകവും ബർസഖും ഖബറും വിചാരണയും സിറാത്തും മീസാനും ഒക്കെയാണ് അവരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അനുഭവപ്പെടുക. അവിടെ സംസാരങ്ങൾ എപ്പോഴും അതേക്കുറിച്ചായിരിക്കും. സ്വർഗത്തെ പറ്റിയുള്ള ചിന്തകളും നരകത്തെക്കുറിച്ചുള്ള സംസാരങ്ങളുമായിരിക്കും സ്വാലിഹികളായ മനുഷ്യന്മാരുമായി ഇടപഴകുമ്പോൾ നമുക്കുണ്ടാവുക. മരണയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. പാരത്രികമായ ലോകത്തേക്കുള്ള താല്പര്യമാണ് അവരിൽ നിന്ന് നമുക്ക് പകർന്നു ലഭിക്കുക. അഞ്ചാമത്തെ കാര്യം എന്നാണ്. അഹങ്കാരത്തിൽ നിന്ന് വിനയത്തിലേക്ക് മാറാൻ പറ്റും നല്ല മനുഷ്യന്മാരുമായി ഇടപഴകുമ്പോൾ. എപ്പോഴും അവർ വിനയാന്വിതരാണ്, വലിപ്പത്തരം കാണിക്കാത്തവരാണ്, പൊങ്ങച്ചവും അഹങ്കാരവും ഇല്ലാത്തവരാണ്, വിനയാന്വിതരാണ്. എടുത്തു പറഞ്ഞ ഗുണം അങ്ങനെയാണല്ലോ. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്നാണ്. ഭൂമിയിൽ വിനയത്തോടെ താഴ്മയോടെ നടക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ, റഹ്മാനിന്റെ അടിമകൾ. അതേപോലെ തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വല ഫസാദ. ഫസാദ് കാക്ഷിക്കാത്ത, ഔന്നിത്യം ആഗ്രഹിക്കാത്ത ആളുകൾക്കാണ് തിൽക ദാർ, ആ സ്വർഗഭവനമുള്ളത് എന്നാണ്. സ്വർഗം ലഭിക്കുക വിനയാന്വിതർക്കാണ്. അഹങ്കാരികൾക്ക് സ്വർഗമില്ല, പൊങ്ങച്ചക്കാർക്ക് സ്വർഗമില്ല. തന്റെ മഹിമ കാണിക്കാൻ, തന്റെ വലിപ്പത്തരം കാണിക്കാൻ, ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് സ്വർഗമില്ല. സ്വാലിഹികളുമായി ഇടപഴകുമ്പോൾ ഈ കിബർ ഇല്ലാതാകും, വിനയം അവന് വർദ്ധിച്ചു വരും. അഞ്ചാമത്തെ പോയിന്റ് ആണ്. ആറാമത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻ സൂഇൻ നിയ്യതി ഇലൻ നസീഹതി. ദുഷിച്ച ചിന്തകളിൽ നിന്ന്, ദുഷിച്ച താല്പര്യങ്ങളിൽ നിന്ന്, തെറ്റായ ഉദ്ദേശങ്ങളിൽ നിന്നൊക്കെ അവനെ മാറ്റി ഇലൻ നസീഹ, ഒരു ഗുണകാംക്ഷയുള്ള, എല്ലാവർക്കും ഗുണം കാക്ഷിക്കുന്ന, എല്ലാവർക്കും നന്മ വരണം, എല്ലാവർക്കും ഖൈറുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിലേക്ക് അവന് മാറാൻ പറ്റുമെന്നാണ്. ഇങ്ങനെ 6 നേട്ടങ്ങൾ ഉണ്ടാവുകയും 6 കോട്ടങ്ങൾ, 6 ദോഷങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും സ്വാലിഹികളുമായി ഇടപെട്ടാൽ എന്നാണ്. ജീവിതം തുച്ഛമാണ്, നിസ്സാരമായ ആയുസ്സാണ് ദുനിയാവിൽ അല്ലാഹു തആല നിശ്ചയിച്ചത്. ആ കാലത്ത് ആരുടെങ്കിലും കൂടെ കൂടി ഏതെങ്കിലും വഴിക്ക് പോയി ഒന്നും നോക്കാതെ അങ്ങനെ തുലച്ചു കളയേണ്ട ഒന്നല്ല ഐഹിക ജീവിതം എന്നത്. അൽമാറു ഉമ്മത്തി മാ ബൈന 60 വ 70 എന്നാണ് നബി തങ്ങളെ പഠിപ്പിച്ചത്. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. വഖല്ലമൻ യുജാവിസു ദാലിക്, തുച്ഛം ചില ആളുകൾ അതിനപ്പുറത്തേക്ക് വിട്ടുകടക്കുകയും ചെയ്യുമെന്നാണ്. ഈ ഒരു 10, 60, 70 കൊല്ലം അതാണ് ദുനിയാവിൽ നമ്മൾ നിശ്ചയിക്കപ്പെട്ട ആയുസ് എന്നത്. ആ നിശ്ചയമായ കാലയളവിലെ ജീവിതത്തിന് വേണ്ടി മാത്രം ബാക്കി എല്ലാം ബലി കൊടുത്ത് എല്ലാം തകർത്തെറിഞ്ഞ് അഹങ്കാരവും പൊങ്ങച്ചവും അതേപോലെ ഹക്കും ബാത്തും നോക്കാത്ത ജീവിതവും അടുക്കും ചിട്ടയും ഇല്ലാത്ത യാത്രയും അവസാനം ഈ ലോകത്തുനിന്ന് ഒരു നിമിഷത്തെ ചിമ്മി തിരിച്ചു പോകേണ്ടി വരുമ്പോൾ ഒന്നും കൈവശമില്ലാത്ത ഏറ്റവും നഷ്ടപ്പെട്ടതായി മാറുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചു, യാത്രക്ക് വേണ്ട വിഭവങ്ങളെ നിങ്ങൾ ശേഖരിക്കണേ എന്നാണ്. ഏറ്റവും നല്ല യാത്രാ വിഭവം എന്നത് തഖ്വയാണ്. ഈ ജീവിതം ഒരു യാത്രയാണ്, ഇത് അവസാനിക്കും, തിരിച്ചൊരു ലോകത്തേക്ക് പോകാനുണ്ട്. ബർസഖി ലോകത്ത് നമ്മൾ എത്തും, അവിടുന്ന് വീണ്ടും എഴുന്നേൽക്കും, പരലോകത്തേക്ക് എത്തും. സംശയം വേണ്ട, യാഥാർത്ഥ്യമാണ്. നമ്മൾ സംശയിച്ചാലും അതില്ലാതാവുകയില്ല. ഇന്നൊരു പക്ഷെ ദുനിയാവിലെ ജീവിതം അവസാനിച്ചേക്കാം. ഇന്ന് വൈകുന്നേരം ജീവനോടെ നമ്മൾ ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ഇന്നത്തോടെ തീരും, അല്ലെങ്കിൽ നാളെ തീരും, അല്ലെങ്കിൽ അടുത്ത ദിവസം തീരും. പ്രായം പ്രശ്നമല്ല, ആരോഗ്യവും അനാരോഗ്യവും മരണവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. എന്നാണ് ഒരു കവി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഓരോ മനുഷ്യന്മാരും അങ്ങനെ നേരം പുലർന്ന് ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അവന് കഫൻ തുണി പോലും ഇവിടെ നെയ്തു വെക്കപ്പെട്ടിട്ടുണ്ട്, അവൻ അറിയുന്നില്ല എന്നാണ്. നമ്മെ കഫൻ ചെയ്യാനുള്ള തുണി ഒരു പക്ഷേ ഇവിടെ അപ്പുറത്തെ കടയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാകും, നമ്മൾ അറിയുന്നില്ല. നേരം അങ്ങനെ പോവുകയാണ്. എത്ര ആരോഗ്യവാന്മാരാണ് ഒരു രോഗവുമില്ലാതെ മരണത്തിന് കീഴടങ്ങിപ്പോയത്. എത്ര രോഗികളാണ് പിന്നെയും ഒരുപാട് കാലം ജീവിച്ചത്. അയാളൊക്കെ കഴിഞ്ഞുവെന്ന് വിചാരിച്ചത് നമ്മളൊക്കെ പലപ്പോഴും. പക്ഷെ അവിടുന്നൊക്കെ രക്ഷപ്പെട്ട് പിന്നെയും വർഷങ്ങൾ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. ഒരു പ്രശ്നവുമില്ലാത്തവർ
പെട്ടെന്ന് മരിച്ചുവെന്ന വാർത്തകളാണ് പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത് നമുക്കും ബാധകമാണ്. ഇന്ന് ഇവിടെ ഖുത്ബ നിർവഹിക്കാൻ ഞാനുണ്ട്, കേൾക്കാൻ നിങ്ങളുണ്ട്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ എത്ര പേര് ഉണ്ടാകുമെന്നത് അല്ലാഹു അഅലം, റബ്ബിനെ മാത്രമേ അറിയൂ. അത്രയും നൈമിഷികമായ ഈ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും എന്ന് അതിനുവേണ്ടി പരലോകത്ത് ബലി കൊടുത്തുകൊണ്ട് സ്വർഗം നഷ്ടപ്പെടുത്തി നരകം വിലക്ക് വാങ്ങുന്ന നട്ടക്കാരായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. ഈമാന് വേണം, തൗഹീദ് വേണം, ശിർക്കില്ലാതാകണം, സുന്നത്ത് വേണം, ബിദ്അത്തില്ലാതാവണം, അന്ധവിശ്വാസത്തിൽ മുക്തമാകണം, ഹക്കും ബാത്തിലും പരിഗണിച്ചുകൊണ്ട് മാത്രമുള്ള ജീവിതമാകണം. അതിനേക്കെല്ലാം സഹായകമാകുന്നതാണ് നല്ല കൂട്ടുകാർ എന്നത്. ഈ പറയപ്പെട്ട പോലെ ശക്കില്ലാതാകും, സംശയമില്ലാതാകും, കിബറില്ലാതാകും, അഹങ്കാരമില്ലാതാകും, തെറ്റായ ദുഷിച്ച താല്പര്യങ്ങൾ, ചിന്തകൾ ഇല്ലാതാകും, ഐഹികമായ താല്പര്യങ്ങൾ കുറയും. അതേപോലെ അശ്രദ്ധ ഇല്ലാതാകും. ദൈവസ്മരണയിലേക്ക്, യഖീനിലേക്ക്, പാരിത്രികമായ ബോധത്തിലേക്ക്, വിനയത്തിലേക്കെല്ലാം നമ്മെ നയിക്കുന്നത് നല്ല കൂട്ടുകാരാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും നല്ലവരുമായിട്ടാവണം. ആരാ നമ്മുടെ കൂട്ടുകാർ? നമ്മളൊന്ന് അന്വേഷിക്കണം. ആരോടുമായും കൂട്ടുകൂടുകയല്ല. ഒന്നും നോക്കാതെ നല്ലവനാണോ ദുഷിച്ചവനാണോ ഒന്നും പരിഗണിക്കാതെ ഏതോ തന്നെയും കൂടെ കൂടി അവന്റെ ഇഷ്ടത്തിലൊപ്പിച്ച് പോകേണ്ടവരെല്ലാം സത്യവിശ്വാസികൾ. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ. നബി തങ്ങളെ പറഞ്ഞു, ഈമാനുള്ളവരോടാണ് നിനക്ക് സുഹബത്ത് വേണ്ടത്, മുസാഹബത്ത് വേണ്ടത്. ഏറ്റവും അടുത്ത കൂട്ടുകാരായി, ക്ലോസ് ഫ്രണ്ടായി സ്വീകരിക്കേണ്ടത് ഈമാനുള്ള മനുഷ്യന്മാരെയാണ്. പടച്ചറബ്ബിനെ കുറിച്ച് ബോധമുള്ള, പാരത്രിക ബോധമുള്ള, സ്വർഗം വേണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള, ആ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന, നരകത്തെ പേടിക്കുന്ന, ഹക്ക് നോക്കുന്ന മനുഷ്യന്മാരുമായിട്ടാണ് ഏറ്റവും അടുത്ത ഇടപെടലുകൾ നമുക്ക് വേണ്ടത്. മറ്റുള്ള ബന്ധങ്ങളാവാം, കച്ചവട ബന്ധങ്ങളാവാം, അയൽപ്പക്ക ബന്ധങ്ങളാവാം, അതൊക്കെ മാനുഷികമായ ബന്ധങ്ങളാകാം. പക്ഷേ മനസ്സറിഞ്ഞ സ്നേഹബന്ധങ്ങൾ, ഏറ്റവും അടുത്ത സുഹൃത്ത് വലയങ്ങൾ, അതൊക്കെ പാരത്രിക ബോധമുള്ള മനുഷ്യന്മാരുമായിട്ടായിരിക്കണം. അവരാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്താൻ പലപ്പോഴും കാരണമായി മാറുക. അതല്ലെങ്കിൽ നബി തങ്ങൾ സൂചിപ്പിച്ച പോലെ അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനു പ്രകാരമാണ് എന്ന് പറഞ്ഞത് ഏറ്റവും വല്ലാത്ത അർത്ഥവത്തായ പദപ്രയോഗം തന്നെയാണ്. അതെല്ലാം തിരിച്ചറിഞ്ഞ് ആ ഒരു ബോധത്തോടു കൂടി തന്നെ ജീവിതം ക്രമീകരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രഗത്ഭനായ താബിഈ വര്യൻ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് 500ഓളം സ്വഹാബിമാരെ കണ്ട് ആ സ്വഹാബത്തിൽ നിന്നെല്ലാം ദീനു പഠിച്ച് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദീനിയായ നേതൃത്വം നൽകി ജീവിച്ച മഹാനായ പണ്ഡിതനാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. അഹ്ലുസുന്നക്കെതിരായി പിഴച്ച വാദങ്ങൾ ഉടലെടുത്ത കാലത്ത് രണ്ടിനെയും വേർതിരിച്ചുകൊണ്ട് അഹ്ലുസുന്നയെ കൃത്യമായി നേതൃത്വം നൽകി സമൂഹത്തിന് ദിശാബോധം നൽകിയ മഹാനാണ് ഹിജറ 110 വഫാത്തായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നൊരു വാചകം കാണാം, ഇസ്തിക്സിറു മിനൽ അസ്ദിഖാഇൽ മുഅ്മിനീൻ. വിശ്വാസികളായ നല്ലവരായ കൂട്ടുകാരെ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണം. പരമാവധി നല്ല മനുഷ്യന്മാരുമായി എല്ലാം ബന്ധമുണ്ടാകുക. വിശ്വാസികളായ മുഅ്മിനീങ്ങളായ കൂട്ടുകാർ നമുക്ക് ധാരാളമായി ഉണ്ടാക്കിയെടുക്കുക. ആരോടും ബന്ധമില്ല എന്നല്ല, ഞാനൊന്നിനും പോകലില്ല, ഞാൻ ആരുമായും ബന്ധമില്ല, ഞാനൊന്നിനും കൂടാറില്ല, അതല്ല, അത്ര നല്ല കാര്യമൊന്നുമല്ല. നല്ല മനുഷ്യന്മാരുമായി പരമാവധി ബന്ധങ്ങൾ സ്ഥാപിക്കുക. അദ്ദേഹം പറയുന്നത് ഫഇന്ന ലഹും ശഫാഅ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവർക്ക് ശുപാർശയ്ക്ക് അവസരമുണ്ട്. മുഅ്മിനീങ്ങളെല്ലാം ശഫാഅത്ത് ചെയ്യും, അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്യും, മലക്കുകൾ ശഫാഅത്ത് ചെയ്യും, എന്ന പോലെ മുഅ്മിനീങ്ങളും ശഫാഅത്ത് ചെയ്യും. ആ ശഫാഅത്തിൽ തന്റെ കൂട്ടുകാർക്ക് വേണ്ടി ശുപാർശ ചില രംഗങ്ങളെ
ഹദീസുകളിൽ സൂചിപ്പിക്കുന്നതായി കാണാൻ കഴിയും. അതിലേക്ക് സൂചന കൊടുത്തുകൊണ്ടാണ് ഹസൻ ബസ്രി റഹിമഹുല്ല ഈ കാര്യം പറഞ്ഞത്. ഹദീസിൽ സൂചന കാണാം, സ്വർഗാവകാശം സ്വർഗത്തിലേക്കും നരകാവകാശം നരകത്തിലേക്കും ആയിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്തിയ ദുനിയാവിലെ കൂട്ടുകാരായിരുന്ന ആളുകൾ ഈ ദീനിന്റെ വഴിയിൽ, ഈമാന്റെ വഴിയിൽ, നന്മയുടെ വഴിയിൽ കൂട്ടുകാരായി ദുനിയാവിലൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ നാളെ പരലോകത്തെത്തി അവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന സാഹചര്യം വന്നാൽ അവിടെ ചർച്ചയിൽ അവർ പറയും, അവരെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സ്വർഗത്തിൽ കാണാതിരിക്കുമ്പോൾ അവർ റബ്ബിനോട് ചോദിക്കും, റബ്ബേ ഞങ്ങൾ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, ഇന്നാൾ അയാളെ കാണുന്നില്ല, അയാൾ നരകാവകാശിയായി മാറിയിട്ടുണ്ട്. അല്ലാഹു തആല ഈ മുഅ്മിനീങ്ങൾക്ക് ശഫാഅത്തിന് അധികാരം നൽകുമെന്നും ഇവിടെ പറയും, നിങ്ങൾ നോക്കുക അവർ നരകത്തിലുണ്ട്. വഅഖ്രിജു മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ ഈമാൻ. നിങ്ങളെ കൂട്ടുകാരിൽ ഈമാനിന്റെ ഒരു അംശമെങ്കിലും ഉള്ളവർ നരകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പുറത്തു കൊണ്ടുവന്നു കൊള്ളുക എന്ന് ശുപാർശക്ക് അനുവാദം നൽകുമെന്നാണ്. റബ്ബിന് അനുവാദം ലഭിക്കുന്നു. ആ അനുവാദപ്രകാരം ഈമാനുള്ള, തൗഹീദുള്ള, വിശ്വാസത്തിന്റെ കണികയെങ്കിലും ഉള്ള ഇവരെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ അല്ലാഹു തആല അനുവാദം നൽകുമെന്നാണ്. ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഇസ്തക്സിറു മിൻ അസ്തിഖാഇൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ നിങ്ങൾ പരമാവധി വർദ്ധിപ്പിക്കണേ, കാരണം അവർക്ക് ശുപാർശക്ക് അവസരമുണ്ട്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട അഹ്ലുസുന്നയുടെ നേതാക്കന്മാരിൽ പ്രധാനിയായ പണ്ഡിതനാണ് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു, ഇല്ലം തജിദൂനി ഫിൽ ജന്ന ബൈനക്കും ഫസ്അലു അന്നീന. നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾക്കിടയിൽ എന്നെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ പറ്റി അന്വേഷിക്കണേ, പടച്ച റബ്ബിനോട് എന്നെ കുറിച്ച് നിങ്ങൾ ചോദിക്കണേ. യാ റബ്ബന അബ്ദുക ഫുലാൻ കാന യുദക്കിറുനാ ബിക. റബ്ബേ, നിന്റെ ഒരു അടിമ ഞങ്ങൾക്കെല്ലാം ദീനു പറഞ്ഞു തന്ന, ഞങ്ങൾ ഉപദേശിച്ചു തന്ന ഇന്ന ആളെ ഇവിടെ കാണുന്നില്ലല്ലോ റബ്ബേ എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പടച്ച റബ്ബിനോട് പറയണേ എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഈ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് പറയുകയും അത് കഴിഞ്ഞ് സുമ്മ ബക്കാ റഹിമഹുല്ലാഹ് അദ്ദേഹം കരഞ്ഞുവെന്നാണ് അത് പറഞ്ഞുകൊണ്ട്. സഹോദരങ്ങൾ, നല്ല ബന്ധങ്ങൾ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ ഉപകാരപ്പെടുമെന്നർത്ഥം. ദുനിയാവിൽ കൂട്ടുകാരായി ദീനിന്റെ വഴിയിൽ, നന്മയുടെ വഴിയിൽ മറ്റു താല്പര്യങ്ങൾ ഒന്നുമില്ലാതെ പടച്ച റബ്ബിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും നല്ല ബന്ധങ്ങളായി, നല്ല കൂട്ടുകാരായി ദുനിയാവിൽ കൂടിയവർക്ക് ദുനിയാവിൽ മാത്രമല്ല പരലോകത്തടക്കം ഒരു പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴിക്കതൊരു നിമിത്തമായി മാറിയേക്കാം. അത്തരം ബന്ധങ്ങൾ നമുക്കുണ്ടാവണം. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, ദീനിന്റെ പേരിലുള്ള ബന്ധങ്ങൾ, തൗഹീദിന്റെ പേരിൽ, അതേപോലെ ആദർശത്തിന്റെ പേരിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാകണം. അല്ലാതെ കേവലം ദുനിയവിയായ കാര്യങ്ങളും കച്ചവടങ്ങളും ഇടപാടുകളും നമ്മുടെ ജോലികളും നമ്മുടെ കുടുംബങ്ങളും അങ്ങനെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം മുഴുകി ഈ ആയുസ് തുലയ്ക്കേണ്ടവരെല്ലാം നമ്മളൊന്നും. നല്ല നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കുക. സ്വാഭാവികമായും ഇത്തരം പള്ളികളിൽ വരുമ്പോൾ ബന്ധങ്ങൾ ലഭിക്കും. അത്തരം കൂട്ടായ്മകളുടെ ഭാഗമാകുമ്പോൾ ബന്ധങ്ങൾ ലഭിക്കും. തൗഹീദിന് വേണ്ടി, ദീനിന് വേണ്ടിയുള്ള, ആദർശത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മകൾ ആ കൂട്ടായ്മയുടെ ഭാഗമായി മാറുമ്പോൾ തീർച്ചയായും ആ ബന്ധങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരം ആളുകൾ കൂടുന്നിടത്ത് നമ്മളും കൂടുന്നുവെങ്കിൽ നല്ല ബന്ധങ്ങളാണ് വഴി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നല്ല നല്ല ബന്ധങ്ങളെ പരമാവധി ഉണ്ടാക്കിയെടുക്കുകയും ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്താൽ ദുനിയാവിൽ തന്നെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കുവാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മയേക്ക് വരാനും നന്മ വർദ്ധിപ്പിക്കാനുമെല്ലാമുള്ള നിമിത്തമായി മാറും. നാളെ പരലോകത്തിന് പക്ഷേ ഒരു വേളയിൽ നമ്മുടെ രക്ഷയ്ക്ക് പോലും ആ ബന്ധങ്ങളാവാം നിമിത്തമായി മാറുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അത്തരം ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.